ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരിക. അപ്പം നമ്മൾ ഒരിക്കലും ഇങ്ങനെ നിർത്തി 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 പ്രാക്ടീസ് ചെയ്യരുത്. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൈ ഒന്ന് ഫ്ലുവൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് വരയ്ക്കുമ്പോൾ. അതിന് വേണ്ടി നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു. വരച്ച ലൈനിൻ്റെ മുകളിൽ വരച്ചാലും കുഴപ്പമില്ല. ആയിട്ട് കേർവ്ഡ് ലൈൻസ് ആണ് നോക്കാൻ പോകുന്നത്. കേർവ്ഡ് ലൈൻസ് ഇങ്ങനെ കേർവ്ഡ് ലൈൻസ് വരും. ഇത് കുഞ്ഞ് കേർവ്ഡ് ലൈൻസ് ആണ്. ഇങ്ങനെയുള്ള കേർവ്ഡ് ലൈൻസും ഉണ്ട്. അപ്പം ഈ ലൈൻസ് പോലെ തന്നെ വേറൊരു ലൈൻസും ഉണ്ട്. പിന്നെ ഇതിലും ചെറുതായിട്ടുള്ള കേർവ്ഡ് ലൈൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ലൈൻസ് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വരച്ച പോലെ ഇതെല്ലാം ഓപ്പോസിറ്റ് നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ പെർഫെക്റ്റായിട്ട് വളയാതെ ലൈൻ പോലെ തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ ഈ ലൈൻസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ല. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നല്ല. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് ഇമ്പ്രൂവ് ആകും. അങ്ങനെ നമ്മൾ കേർവ് ലൈൻസ് നോക്കി. ഡയഗണൽ ലൈൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ഡയഗണൽ ലൈൻസ് വരുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഇതിന് നോക്കാൻ പോകുന്നത് സിക്സാക്ക് ലൈനാണ്. സിക്സാക്ക് ലൈൻ നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ ലൈനും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് വരയ്ക്കണം. പിന്നെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? താഴേന്ന് മുകളിലോട്ട് വരയ്ക്കാം. മുകളിന് താഴോട്ട് വരയ്ക്കാം. പിന്നെ ഈ ലൈൻസ് തന്നെ നമുക്കിങ്ങനെ കുറച്ച് വലുതാക്കിയിട്ട് വരയ്ക്കാം. പിന്നെ ഇവിടുന്ന് മുകളിലേക്കും ഇങ്ങനെ വരയ്ക്കാം. അതുപോലെ തന്നെ കേർവ്ഡ് ലൈൻസ് നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് വരയ്ക്കാം, മുകളിലോട്ട് വരയ്ക്കാം. പിന്നെ അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് എന്ത് ചെയ്യാം? താഴേന്ന് മുകളിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ വരണം. പിന്നെ സ്പൈറൽ ലൈൻസ് ഉണ്ട്.